ഒരു 5 വർഷത്തിൻ്റെ ഒരു കുഞ്ഞു കഥയാട്ടോ അത്. എൻ്റെ മക്കൾ എൻ്റെ വയറ്റിൽ ആദ്യമായിട്ടുണ്ട് എന്നറിഞ്ഞ ദിവസം. സത്യത്തിൽ ട്വിൻസാന്ന് അറിയില്ലായിരുന്നു. പിന്നെ സ്കാനിങ്ങിലൂടെ അത് ട്വിൻസാന്ന് അറിഞ്ഞു. വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യമാണ്, ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ട്വിൻസ് ബേബീസിനെ കിട്ടണം എന്നുള്ളതൊക്കെ. അങ്ങനെ ദൈവം തന്നു, 2 കുഞ്ഞു മക്കളെ തന്നു, എൻ്റെ യുവീനെയും കൺമണീനെയും. പിന്നെ അവരുടെ 5 വർഷത്തെ വളർച്ച, കുറേ കഷ്ടപ്പാടും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക, അവർക്ക് ഇന്ന് 5 വയസ്സായി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അയ്യോ ഇത്ര പെട്ടെന്ന് ഈ 5 വർഷം ഇങ്ങനെ കടന്നു പോയോ എന്ന് തന്നെ ഒരു അത്ഭുതമാണ് കേട്ടോ. പിന്നെ അവർ കൊറോണയുടെ സമയത്ത് 2020 അവർ ജനിച്ചത്. അതുപോലെ തന്നെ എന്താ പറയുക, ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. കൊറോണ ആയ കാരണം എല്ലാവരും വീട്ടിൽ, അവൻ്റെ അച്ഛനും മാമനും അച്ചാച്ചനും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം കുട്ടികളെ നോക്കാനോ എടുക്കാനോ പിടിക്കാനോ ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. സത്യത്തിൽ അവരങ്ങനെ ഉറങ്ങാതെ വാശി പിടിച്ച് കരയണ കുട്ടികളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് ഉറങ്ങുക, അങ്ങനെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല, കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ ചേട്ടൻ രക്ഷിട്ട് എന്താ പറയുക, അവർ ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്നാൽ അവന് അറിയാത്ത 2 ഉണ്ണികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം അവന് അറിയില്ലായിരുന്നു. എന്നാൽ പോലും ഭയങ്കര കെയറിങ് ഒക്കെ ഉണ്ടായിരുന്നു അവനൊക്കെ വേഗം ഉണ്ണികൾ എടുക്കാനൊക്കെ പഠിച്ചു. 5 വയസ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അവൻ ഉണ്ണികളൊക്കെ വേഗം എടുത്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു സത്യത്തിൽ. പിന്നെ എന്നേക്കാൾ കൂടുതൽ എൻ്റെ മക്കളെ നോക്കി ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവൻ എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. അമ്മയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പിന്നെ 10 മാസമായപ്പോൾ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു. അമ്മ കിടപ്പിലായി. അമ്മേനെ ഉണ്ണികളെയൊക്കെ നോക്കേണ്ട ഒരവസ്ഥ വന്നു. എന്നാൽ പോലും എനിക്കത്ര, ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എനിക്കത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതൊക്കെ അങ്ങനെ കടന്നു വന്നു ആ വഴികളൊക്കെ. പിന്നെ ഉണ്ണികൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് തന്നെ അവർക്കൊരു സർപ്രൈസായിട്ടാണ്. ഈ വീഡിയോസൊന്നും ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകരുതേ എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോങ് വീഡിയോ ആയിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അവർക്കൊരു ഭാഗ്യമില്ലാതിരുന്നത് അവരുടെ മൂത്ത മാമനെ അവർക്ക് കാണാൻ പറ്റില്ല. എൻ്റെ മാമൻ കുറേ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഒരു പെൺകുട്ടീനെ എനിക്കുണ്ടാവണം എന്നുള്ളത്. പക്ഷെ മാമനെ അവരെ കാണാൻ പറ്റിയില്ല. മാമൻ അപ്പേക്കും പോയി. ഒരു പെണ്ണുണ്ണീനെ വേണമെന്ന് ആഗ്രഹിച്ചു എങ്കിൽ പോലും ഒരാൺകുട്ടീനെ എനിക്ക് കിട്ടി ഒരുമിച്ച്. എൻ്റെ സ്വത്തുമണികൾ. ഒരുപാട് ഫീലിങ്സോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോസ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തതും റെക്കോർഡ് ചെയ്യണതുമൊക്കെ. എന്താ പറയുക, വളരെ സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു 5 വർഷമായിരുന്നു. അന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളും അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ 3 മക്കളെ വളർത്തേണ്ട കുറച്ച് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ അറിഞ്ഞു. എന്നാൽ ഇവരില്ലാത്തൊരു ജീവിതം, അവരില്ലാത്തൊരു ദിവസം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റണില്ല. ഇവരിപ്പോൾ ഇനി സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. അവരെ സ്കൂളിൽ ചേർത്തി. എങ്ങനെയാണ് ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ തനിയെ ഇരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല എപ്പോഴും. ദച്ചുമോനെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ തന്നെ എനിക്ക് അവൻ പോയി വരണവരെ ഒരു എന്താ പറയുക, ഒരു കല്ല് കയറ്റി വെച്ച ഫീലാണ്. അവനവിടെ എന്താണ് കുറുമ്പെടുക്കുന്നുണ്ടോ, അവനെന്തെങ്കിലും അപകടം സംഭവിക്കുമോ? ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് ആ കാര്യത്തിലൊക്കെ. ഇനി ഇവരുടെ കാര്യത്തിൽ ഇവരെങ്ങനെ മിസ് ചെയ്യും എന്നൊക്കെ ആലോചിക്കുകയാണ് ഞാനിപ്പോൾ. ശരിക്കും മിസ് ചെയ്യും. ഞാൻ എൻഗേജ്ഡ് ആവാമെന്ന് വെച്ചാൽ ഇനി വല്ല ജോലിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് പോവുകയാണെന്ന് വെച്ചാൽ ഞാൻ എൻഗേജ്ഡ് ആവും. അപ്പോൾ അതിനോട് ഞാൻ യൂസ്ഡ് ആവും, കുഴപ്പമില്ല. പക്ഷേ ഇവരെ ഇനി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഞാൻ എന്താണ് ഇനി ചെയ്യുക എന്നെങ്കിൽ അറിയില്ല. എനിക്ക് സങ്കടം വരും, കരച്ചിൽ വരും ചിലപ്പോൾ. പിന്നെ അവർ ഞാനില്ലാതെയും ഇരുന്നിട്ടില്ല.
അത്ര നേരം പോലും ഞാനില്ലാതെ അവർക്ക് കുറച്ച് നേരം പോലും ഇരുന്നിട്ടുണ്ടാവില്ല സത്യത്തിൽ. അവർ ഓക്കെ ആയാൽ മതിയായിരുന്നു. ഈ വീഡിയോയിലൊക്കെ കാണുന്നത് ഞാൻ ശിവഗാമി അമ്മയുടെ പോലെയൊക്കെ ഇരുന്ന് ചെയ്ത് നോക്കിയതാട്ടോ. അത് നമ്മുടെ ബാഹുബലിയൊക്കെ ഇറങ്ങി ഇരിക്കുന്ന സമയമല്ലോ. അങ്ങനെ കുറച്ച് കഷ്ടപ്പാടാണ് അങ്ങനെ ഇരുത്താൻ. പിന്നെ ഉണ്ണികളുടെ കുറേ വീഡിയോസും ഫോട്ടോസുകളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചിട്ട് തന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവനെ ഫോട്ടോസുകളാണ് ഞാൻ കുറേ എടുത്തിട്ടുള്ളത്. ഞാൻ പക്ഷേ വീഡിയോ എടുക്കാതിരിക്കില്ല. അതൊരു പക്ഷേ അതിൻ്റെ വീഡിയോസ് എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കാം ഫോണിൽ നിന്ന്. വളരെ കുറവാണ്. എന്നാൽ ഇവരുടെ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോസും ഫോട്ടോസും ഒരു ദിവസം തന്നെ ഇരുന്ന് കാണാൻ എനിക്ക് അതിനേക്കാൾ കൂടുതലധികം വീഡിയോസ് ഉണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത. അത് സ്വന്തം മക്കളുടെ വീഡിയോസ് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാ അമ്മമാർക്കും. പിന്നെ അമ്മമാരേക്കാൾ കൂടുതൽ അവരുടെ കുട്ടികളെ സ്നേഹിക്കുന്നത് അമ്മമാർ തന്നെയായിരിക്കും അല്ലേ. എൻ്റെ അമ്മയുടെ ജീവനായിരുന്നു എൻ്റെ 3 മക്കളും. അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് അൺകോൺഷ്യസ് മൈൻഡിൽ പോലും അമ്മ വിളിച്ചിരുന്നത് യുവീനെ ആയിരുന്നു കേട്ടോ. എൻ്റെ ട്വിൻസിലെ ആൺകുട്ടി, അവൻ്റെ പേരാണ് യുവി. അവനെയായിരുന്നു എൻ്റെ അമ്മ അൺകോൺഷ്യസ് മൈൻഡായി കിടക്കുന്ന സമയത്തും യുവി എന്ന് വിളിച്ചിരുന്നത്. ദച്ചുമോനെ അതുപോലെ തന്നെ വളരെ ഇഷ്ടമാണ്. കമ്മിണീനെയും ഇഷ്ടമാണ്. എന്നാൽ യുവിനോടൊരു പ്രത്യേകത എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വിചാരിച്ചാൽ കമ്മിണി പെൺകുട്ടിയായ കാരണം കമ്മിണിയിലെല്ലാവരും അവൾക്കൊരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ടായിരുന്നു എല്ലാവരിൽ നിന്നും. ഒരു പെൺകുട്ടിയല്ലേ അവൾ. പെൺകുട്ടികൾ എല്ലാവർക്കും ഒരു ഒത്തിരി കൊഞ്ചിക്കൽ കൂടുതലായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും പറയും എൻ്റെ മോനെ ആരും നോക്കണില്ല, എൻ്റെ യുവീനെ ആരും നോക്കണില്ല. അത് കാരണം അമ്മയ്ക്ക് യുവീനോടൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരുന്നു. അവൻ്റെ അമ്മാമ്മേനോട് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് 10 മാസമുള്ള സമയത്താണ് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു 10 മാസത്തിനുള്ളിൽ, ആ 10 മാസത്തിനോടടുക്കെ തന്നെ എൻ്റെ 3 മക്കളുടെയും എല്ലാ കാര്യങ്ങളും കുറുക്ക് കൊടുക്കണതും അവരെ കുളിപ്പിക്കണതും എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. പെട്ടെന്ന് അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്ട്രോക്ക് വന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു ടെൻഷൻ പെട്ടെന്നുണ്ടായിരുന്നു. അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒരു കിടപ്പ് രോഗീനെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. അമ്മ കുറേയൊക്കെ ഓക്കെ ആയി. പിന്നെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അത് കാരണം പിന്നെ എനിക്ക് ഇവരെ തന്നെ നോക്കേണ്ടി വന്നിട്ടുള്ളൂ. കുഴപ്പമില്ല. എന്നാലും എന്താ പറയുക, കടന്നു വന്ന എല്ലാ വഴികളും വളരെ ഫീലിങ്സ് ഉള്ളതാണ് സത്യത്തിൽ. പിന്നെന്താ, ഇവരുടെ ഈ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ ഒന്നും സത്യത്തിൽ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കണില്ല. ഇവരെ തന്നെ മതി. ഈ ഓർമ്മകളും ചിരിയും കളിയൊക്കെ തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സത്യത്തിൽ ഇവരിൽ 2 പേരിൽ ആരെ കുറുമ്പെന്ന് ചോദിച്ചാൽ യുവി തന്നെയാട്ടോ കുറുമ്പൻ. അതിന് കുറച്ച് വാശിയും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു. അവന് ഞാൻ തന്നെ എടുക്കണം എന്നുള്ളൊരു വാശിയൊക്കെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവനതുണ്ടായിരുന്നു. പിന്നെ കൺമണിക്ക് അങ്ങനെ കുഴപ്പമില്ല. കൺമണി ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, അവൾ കുറേ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് യുവിക്ക് വേണ്ടിയിട്ടെന്ന്. യുവി പിന്നെ 1 വയസ്സ് 1.25 വയസ്സൊക്കെ ആയപ്പോൾ വാതിലിൻ്റെ ഇടയിൽ കൈപ്പെട്ടിട്ട് കുറച്ച് വലിയ ഒരു സ്റ്റിച്ചിടലൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ലൊരു മുറിവുണ്ടായിട്ടുണ്ട് അവൻ്റെ വിരലിന്, ഇടത്തെ കൈയിൻ്റെ മോതിര വിരലിൽ നിന്നൊക്കെ ആയിട്ട്. അവനധികം മുറിവായിരുന്നു. അത് ഒരു 1.25 വയസ്സിലാണ് അതുണ്ടായിട്ടുള്ളത്. അവന് ഒരുപാട് വേദന അതിൽ സഹിച്ചിട്ടുണ്ടായിരിക്കും. അവൻ കുറേ കരഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ ഓടി ഞാൻ അവനെ റോട്ടിലേക്ക്. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു ദൈവദൂതൻ്റെ പോലെ വന്ന് ഞങ്ങളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇട്ട ഡ്രസ്സാലെ ഞാൻ ഓടിയതാണ്. അങ്ങനെ അപ്പോഴേക്കും അവൻ്റെ മാമൻ വന്നു.
അങ്ങനെ എന്താ പറയുക, പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കൈ. പിന്നെ അതൊക്കെ മാറി അടുത്തൊരു വർഷമായപ്പോഴേക്കും കൺമണിയുടെ കൈക്കും ഇതേപോലെ തന്നെ വാതിലിൻ്റെ ഇടയിൽ വിട്ട്. എന്നാൽ ഞാൻ ശ്രദ്ധിക്കേണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടല്ല, എന്തോ എന്താ പറയുക, എപ്പോഴും നമുക്ക് നമ്മുടെ കണ്ണ് തെറ്റില്ലോ. ആ കണ്ണ് തെറ്റുന്ന സമയത്താണ് അവർ ഇവരുടേതായ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാൻ പോവുക. ആ സമയത്തൊക്കെ ആയിരിക്കാം. പിന്നെ ഇവർ 3 പേരില്ലേ, ഓടിക്കളിക്കുമ്പോൾ വാതിലൊക്കെ അടച്ച് കളിക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എന്താ പറയുക, അവർ എങ്ങനെയെങ്കിലുമൊക്കെ അപകടം വരുത്തി വയ്ക്കും. അത്രയും നേരം നമ്മൾ ഉണ്ണിയാളെ നോക്കിയിരുന്നിട്ട് ഒരു 5 മിനിറ്റ് മാറുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കണേ. എൻ്റെ മക്കൾ അങ്ങനെ കുറേ വേദനയൊക്കെ തിന്നിട്ടുണ്ട്. കമ്മണിയുടെയും കൈയും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിരൽ തന്നെ, ആൾക്ക് വലത് കൈമയായിരുന്നു. എല്ലിനൊന്നും സംഭവിച്ചില്ല, മാംസം ഇങ്ങനെ മുറിഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതൊക്കെ കഴിഞ്ഞു. ദച്ചൂട്ടനും 1 വയസ്സിൽ തന്നെ ഇതേപോലെ തന്നെ ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. നെറ്റി മുറിഞ്ഞിട്ടുണ്ട്, അവൻ്റെ പുരികം മുറിഞ്ഞ് 3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. 3 പേർക്കും സ്റ്റിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രായത്തിൽ. അങ്ങനെ ഈ വീഡിയോസിലൊക്കെ ഇതേ കൺമണി 2 ദിവസമൊക്കെ ആയിട്ടുള്ളോട്ടാണ് നടന്നു തുടങ്ങിയിട്ട്. അവൾ നന്നായി നടന്നു. ഫസ്റ്റ് തന്നെ ഒരു ഹാള് മൊത്തം നടന്നു വന്ന വീഡിയോ ആണ് ഫസ്റ്റത്തെ. 2 ദിവസത്തിനുള്ളിൽ തന്നെ അവൾ ഏതാണ്ട് ഇതേപോലെയൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെന്താ, അവർക്ക് 2 വയസ്സായപ്പോൾ ഞാൻ അവരെയും കൊണ്ട് രാജീവൻ്റെ അടുത്തേക്ക് ഷാർജയിലേക്ക് പോന്നു. അതുവരെ അമ്മേനെയൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ച് നാൾ. പിന്നെ എനിക്ക് തന്നെ തോന്നി എനിക്ക് കുറച്ച് ചേഞ്ച് വേണമെന്ന്. ഞാനപ്പോൾ കുറച്ച് നാൾ ഇങ്ങോട്ട് പോന്നു. 3 മാസം ഇവിടെ വന്ന് നിന്ന് ഞാൻ വിസിറ്റിങ്ങിന് പോന്നു ആദ്യം. എന്നിട്ട് എങ്ങനെയുണ്ട് അമ്മേനെ അച്ഛൻ നോക്കാൻ എന്നൊക്കെ. അമ്മ എപ്പോഴും ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അമ്മയുടെ കാര്യങ്ങളെല്ലാം കുളിക്കലും ഒക്കെ അമ്മ തന്നെ ചെയ്യുമായിരുന്നു. കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ തന്നെയാണ് ഞാൻ പോകുന്നത്. എൻ്റെ സഹായം അത്രയും വേണ്ടി വരില്ല എന്ന് തോന്നിയപ്പോൾ തന്നെയാണ് ഞാൻ അവരെ വിട്ടുകൊണ്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളിവിടെ ഫാമിലി വിസയ്ക്ക് സ്ഥിരമായി. 2.5 വർഷമായി ഇപ്പോൾ ഇവിടെ സ്ഥിരമായി. ഭാനുമാമൻ്റെ കളികളാണ് ഇപ്പോൾ 2 പേരായിട്ടുള്ളത് കേട്ടോ. 3 പേരായിട്ടുള്ള കളികളാണ് ഇതൊക്കെ. പേടിപ്പിക്കണതാണ്. ഒച്ചയും ബഹളം എടുത്ത് കുറുമ്പെടുത്ത് നടക്കണേന്. അവർക്കൊന്നും ഒരു വിലയില്ല, ആ കിടപ്പിൽ തന്നെ മനസ്സിലായിക്കൂടെ. അങ്ങനെ പിന്നെ അവരിങ്ങനെ വലുതായി വന്നു. ഇത് അമ്പിളിയമ്മയുടെ വീട്ടിൽ പോയിട്ട്, അമ്പിളിയമ്മയുടെ വീട്ടിൽ പോയിട്ട് പാപ്പ് തിന്നണതാണ് കേട്ടോ. വിത്ത് എക്സ്പ്രഷൻ. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആകുമ്പോൾ 3 പേരെയും കൂട്ടി ഞങ്ങളും കൂടെ ഇറങ്ങും അമ്മാമ്മയുടെ വീട്ടിലേക്ക്. അമ്മാമ്മയുടെ വീട് അടുത്താണ് അമ്പിളിയമ്മയുടെ വീട്. അമ്മാമ്മ കുറേ ചിപ്സൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കും, ചായയൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ തിന്നണതാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം, ഷാർജയിൽ വന്നതിന് ശേഷം എന്താ പറയുക, ഇവർക്ക് നാട്ടിലുള്ള ആൾക്കാരായിട്ട് കുറച്ച് മിംഗ്ലിങ്ങൊക്കെ കുറഞ്ഞു. അവിടെ അവരുടെ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടെങ്കിൽ പോലും ഫോണിൽ കൂടെ തന്നെ കാണാനുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക്. ഇവിടെ അവർക്ക് കളിക്കാനൊന്നും കൂട്ടൊന്നുമില്ല. അങ്ങനെ ആദ്യം ദച്ചു തന്നെയാണ്. ദച്ചു സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീട് ഇവർ മറച്ച് വെക്കുമെന്ന് അറിയില്ലേ, അതാണ് അവസ്ഥ. അതുവരെ 2 പേരും ഭയങ്കര സൈലൻ്റ് ആയിട്ടുണ്ടോ. എന്താ പറയുക, 2 പേരും സ്വകാര്യം പറച്ചിലും. അവർ സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ കേൾക്കില്ല. അവർ 2 പേരും പരസ്പരം സ്വകാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് പുതപ്പൊക്കെ ഇട്ട് അങ്ങനെ കളിക്കാം. നമ്മൾ പണ്ട് ഉണ്ണിപ്പരയൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ, അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഇവരിങ്ങനെ പുതപ്പൊക്കെ കൊണ്ടുവച്ച് പുതപ്പ് കൊണ്ടിങ്ങനെ ചുറ്റി വീട് പോലെയൊക്കെ ആക്കി അവരൊക്കെ അങ്ങനെയൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും. പിന്നെ ഇവരും കൊണ്ട് ഇടയ്ക്ക് ഞാൻ വീക്കെൻഡ് പുറത്തിറങ്ങും. വീക്കെൻഡ് മാത്രമല്ല, ചില ദിവസങ്ങളിലൊക്കെ ബീച്ചിൽ പോകും. പിന്നെ ചേട്ടൻ്റെ കൂടെ കാറിലൊക്കെ പോയി. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ എൻ്റർടൈൻമെൻറ്റ്സ്.
പിന്നെ എന്താ പറയാൻ, അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കുട്ടികളുടെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്താലും നമുക്കത് കൂടുതലാവില്ല. നന്നായി സെലിബ്രേറ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്, കട്ട് ചെയ്യണം, കുറച്ച് ഫുഡൊക്കെ വെക്കണം, ഗസ്റ്റ് ഉണ്ട്. അങ്ങനെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ. അവർക്ക് എല്ലാ അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കണ പോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഒരാപത്തും കൂടാണ്ട് ദീർഘായുസ് കൊടുക്കണേ എന്ന് തന്നെയാണ് ആഗ്രഹവും പ്രാർത്ഥനയുമെല്ലാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാവരും സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ. എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ ബൈ.